ചുമയും ജലദോഷം ഒരു കാര്യവും നടക്കുന്നില്ല. പാന്റെ ആണെങ്കിലും വെട്ടിപ്പോണെന്ന്. ഇന്ന് ചേട്ടന് നേരത്തെ പോണെന്ന് പറഞ്ഞാണ്. എഴുതേക്കാനും വൈകിപ്പോയി. മളേ വേഗം ആവട്ടെ, സമയം പോണ്ടാ. എന്താണ് മാളൂര്, ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് മീറ്റിംഗ് നേരത്തെ പോണെന്ന്. അത് മാത്രല്ല കോളേജ് ഭയങ്കര ബ്ലോക്കാണ്. എന്നിട്ട് വയ്യേ? ചുമയും ജലദോഷമൊക്കെ ഉണ്ട്. അത് കുഴപ്പമില്ല, 2 ദിവസം കഴിയുമ്പോ മാറിക്കോളും. എന്നാ ശരി, ഞാൻ അറിയട്ടാ. വയ്യാന്ന് പറഞ്ഞിട്ട് മരുന്നിന് പോണമല്ല, അല്ലെങ്കിൽ മരുന്ന് കഴിച്ചാല ഹോസ്പിറ്റലിൽ പോണമല്ല ഒന്നും ചോദിച്ചും കൂടിയില്ല. അല്ലെങ്കിലും വീട്ടിലിരിക്കുന്ന എനിക്കെന്തെങ്കിലും അസുഖം വന്നാൽ ആർക്കെന്താ നഷ്ടം. നല്ലോട്ടിടുന്നു ഇനി രാത്രിക്കുള്ള പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കണമല്ല. വയ്യ. മാളേ, ചേട്ടൻ വന്ന ഞാൻ പോയി ചായ എടുക്കാം. ചായ ഒന്നും വന്നു. എവിടെ ഇരുന്ന്? അത് കൊണ്ടിട്ടാണ് കയ്യില്. ഇതാ ഇത് ദോശയും കടല റോസ്റ്റാണ്. വൈകുന്നേരത്തേക്ക് ഒന്നും ഉണ്ടാക്കണ്ട, അത് മതി. ഞാൻ ഉണ്ടാക്കൂലിരുന്ന വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും. പിന്നെ ഈ വയ്യായിക വെച്ചിട്ടല്ലേ ഇതുണ്ടാക്കാൻ പോണത്. ഈ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കണം, അതുപോലെ മരുന്നും കഴിക്കണം. അല്ലാണ്ട് മാറിക്കോളും എന്നും പറഞ്ഞു കഴിഞ്ഞാൽ മാറൂല. പണ്ടത്തെ കാലമല്ല. എന്ത് വന്നു കഴിഞ്ഞാലും എല്ലാ കാര്യങ്ങളും ഇത് പണിയെടുത്ത് നടക്കും. മരുന്ന് ഞാൻ മേടിച്ചിട്ടുണ്ട്. മരുന്നടിക്ക് മധു ഡോക്ടറെ കണ്ട് കാര്യം പറഞ്ഞ് മരുന്ന് തന്നിട്ടുണ്ട്, ടോണിക്കിന് തന്നിട്ടുണ്ട്, കുളിങ്ങന്ന് തന്നിട്ടുണ്ട്. ഇത് കഴിച്ചിട്ട് മാറില്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ പോകാന്നാണ് പറഞ്ഞാണ്. കേട്ടാ, ഇത് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ പോവാം. മനസ്സിലായ? ചേട്ടനപ്പ തിരക്കിന്റെ ഇടയിലും എന്നെ ഓർക്കണുണ്ടല്ലേ? അങ്ങനെ പറഞ്ഞത് നിന്റെ കാര്യങ്ങൾ ഞാനല്ലാണ്ട് പിന്നെ ആരും ഓർക്കാനാണ്? എനിക്ക് എത്ര തിരക്കിലും നിന്റെ കാര്യം ഞാൻ മറക്കോ? എന്റെ ലോകം എന്ന് പറയണതേ എന്റെ കുടുംബമാണ്. നീയും പിള്ളേര് കഴിഞ്ഞിട്ടുള്ളൂ, എനിക്ക് ഈ ലോകത്തുണ്ട്. അതുകൊണ്ടേ ഇനി മുതൽ ഇങ്ങനത്തെ ചോദ്യമൊന്നും വേണ്ടട്ടാ. അതെ, ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാണ്ടേ കൈയോടെ മരുന്ന് കഴിക്കാൻ നോക്കി, അസുഖം മാറട്ടെ. ഞാൻ ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് കഴിക്കാം. ഇച്ചിരി നേരം കഴിഞ്ഞിട്ടാ? അത് പറ്റൂല, കൈയോടെ മരുന്ന് കഴിക്കണം. ഞാനൊരു കാര്യം, ഞാൻ ബലപ്പെടുത്തുന്നില്ല, കൈയോടെ മരുന്ന് കഴിച്ചിട്ട് കഴിയുള്ളൂ. ഇത്രയും മതി ഒരു ഭാര്യ സന്തോഷിക്കാനായിട്ട്. അവരുടെ കാര്യങ്ങളെല്ലാം മനസ്സറിഞ്ഞ് കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുന്ന ഒരു ഭർത്താവ് കൂടിയുണ്ടെങ്കിലല്ലേ ഏതൊരു ഭാര്യയും ഹാപ്പി ആയിരിക്കുള്ളൂ. ഡബിൾ ഹാപ്പി, ശരിയല്ലേ?